രാത്രി കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. നല്ല രീതിയിൽ പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്, ജോർജിനോട്. ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നോക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി കയറ്റി. അവർ മദ്യപിക്കോ ദുരിയായിരിക്കും അവരുടെ താല്പര്യം. പ്രശ്നമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലിറ്ററലി ആ ദിവസം അവർ കാർ ഫുൾ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബറും വ്ളോഗറുമായിട്ടുള്ള ബാക്ക് പാക്കർ അരുണിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയുടെ അമേരിക്കൻ ട്രിപ്പും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ പോയ സമയത്ത് അവർക്ക് ഭയങ്കര മോശം അനുഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു അരുണിമയെ അവരിറക്കി വിട്ടു രാത്രി എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുടെ ഭാഗത്തുനിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അരുണിമയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോസും ഈ ജോർജ് ലോലപ്പന്റെ ഭാഗത്തുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അരുണിമയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ അവസാനമായിട്ട് ഒരു വീഡിയോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് മുൻപ് അരുണിമ ഒരു വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. കാരണം എന്താണ് അരുണിമക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരന്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എന്റെ അമ്മയുടെ അച്ഛന്റെ വീടാണ്. അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടില് ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയാ, US എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ഈ ഒരു അരുണിമ ജോർജ് ലോലപ്പൻ മുഖേനയാണ് ആ ഒരു വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ആ ഒരു വീട്ടിലെ കൊച്ചുമകള്, ഈ ലോലപ്പൻ എന്ന് പറയുന്ന ഈ ജോർജ് എന്ന് പറയുന്ന ആളുടെ കൊച്ചുമോള് വന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് പറയാണ്, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നിങ്ങൾ ഇവിടെ താമസിക്കുന്ന കാര്യം ഞങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടിയിട്ടല്ല. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മേന്റെ വീടാണ്, അല്ലാതെ ആ ഒരു വ്യക്തിയുടെ വീടല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് അരുണിമ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തി പോലും അവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം ആ ഒരു മരുമകൾ അല്ലെങ്കിൽ കൊച്ചുമകള് സംസാരിച്ചു എന്നാണ് അരുണിമ പറയുന്നത്. അപ്പം അവരുടെ ഭാഗത്ത് നോക്കണ സമയത്ത് ഈ ഒരു വിഷയം കേൾക്കണ സമയത്ത് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അവർക്ക് അറിയില്ല ഇങ്ങനൊരു ആളെ ഇവിടെ താമസിപ്പിക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ഈ ഒരു സംഭവം ആ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കാതെയാണ് ഈ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുപോയി താമസിച്ചെന്ന് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസും അവിടെ വെച്ച് എന്തെങ്കിലും അരുണിമയ്ക്ക് സംഭവിച്ചാൽ അവിടെ ഉണ്ടാവും. ആ ഒരു കാര്യം പറഞ്ഞത് ന്യായം തന്നെയാണ്. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണം എന്നാണോ പോകണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് വെച്ചു. ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ, അതായത് അന്നത്തെ ദിവസം 5-ാം തീയതിയാണ്, മൺഡേ അതായത് ശനിയാഴ്ചയാണ്. അപ്പോ അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പൊ ശനിയാഴ്ച അതായത് 12 മണി 6-ാം തീയതി 7-ാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച, 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ അപ്പൊ അതിൽ പോകുന്നു. പുള്ളിക്കാരി പറഞ്ഞു ഇല്ല നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതൊരു സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്. അപ്പം ഈ ഒരു വ്യക്തിയോട് പറയുന്നു നാളെ, അതായത് സാറ്റർഡേ കഴിഞ്ഞ് 6-ാം തീയതി സൺഡേ നിങ്ങൾ എവിടെ താമസിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. സൺഡേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഇത് പറയുന്ന സമയത്ത് അരുണിമ അങ്ങോട്ട് പറയുന്നു മൺഡേ എന്തായാലും എനിക്ക് ഫ്ലൈറ്റും കാര്യങ്ങളും ഉണ്ട്, അപ്പൊ ഞാൻ മൺഡേ പോയിക്കോളാം എന്ന് പറയുന്ന സമയത്തും സൺഡേയിലേക്ക് നിങ്ങൾ എന്തായാലും വേറൊരു സ്ഥലം നോക്കണം എന്ന് പറയുന്ന സമയത്തും ആ നിൽക്കണ ആ ഒരു ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പൊ സാറ്റർഡേ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് എനിക്കിപ്പോ കേട്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. എന്നിട്ട് ഞാൻ പിന്നെയും പുള്ളിക്കാരി ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താ പറയാ, ആള് എന്താ പറയാ ഞങ്ങളോട് ചോദിക്കാനാണ് പോസ്റ്റ് ചെയ്ത്, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത്. ഈ ഒരു വിഷയത്തിൽ ഇവർ വന്ന് പറയാണ് ഈ ഒരു വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിൽക്കണ സമയത്ത് അവരോട് അതേ വീട്ടിലെ വേറെ വിളിച്ചുകൊണ്ട് പോയതുമല്ല വേറൊരാള് വന്നിട്ട് പറയുവാണ്, കൊച്ചുമകള് വന്നിട്ട് പറയുവാണ് ഇവരോട്
നിങ്ങൾ നാളെ തന്നെ ഇറങ്ങി പോകണം, ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ മുഖത്തടിച്ചതുപോലെ ഒരാളോട് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അരുണിമയല്ല, അവിടെ ആരാണെങ്കിലും അവർക്ക് സെൽഫ് റെസ്പെക്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് അവിടെ നിൽക്കത്തില്ല. പിന്നെ ആ ഒരു കാര്യമാണ് അരുണിമയും ഈ ഒരു വിഷയത്തിൽ ചെയ്തതെന്നാണ് ഇത് കേൾക്കുന്ന സമയത്ത് തോന്നുന്നത്. കാരണം വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ചു വിടുന്ന രീതിയിലേക്കുള്ള കാര്യം തന്നെയാണ് അവിടെ ചെയ്തേക്കുന്നത്. ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി അതേ വീട്ടിലെ ആള് വേറൊരാൾ വന്നിട്ട് പറയാണ് നാളെ തന്നെ ഇറങ്ങി പോകണം എന്നുള്ള രീതിയിൽ, ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഇവിടെ ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയല്ല നിങ്ങളെ പാർപ്പിച്ചേക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും അത് ആർക്കാണെങ്കിലും ആ ഒരു രീതിയിൽ അവിടെ നിൽക്കാൻ പിന്നെ ഒരു മനസ്സ് വരത്തില്ല. ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല, പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാന്നു. അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആൾ ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഇവൻ എന്റെ അടുത്ത് ടെന്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു. ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെന്റ് അടിക്കുമെന്ന് ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ അതിന്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങി പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇത് കേൾക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും അവരുടെ ഭാഗം കേൾക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും അവരാണ് ശരി, ഇവരുടെ ഭാഗം കേൾക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും ഇവരാണ് ശരി എന്നുള്ളത്. അപ്പൊ ഇവര് ഓൾറെഡി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അരുണിമയ്ക്ക് ആ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഈഗോ കാര്യങ്ങൾ അടിക്കുകയും ആൾ അപ്പൊ തന്നെ പോകാൻ വേണ്ടിട്ട് റെഡിയാകുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് അരുണിമ പറയുന്നത്. ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങി പോകാൻ, അല്ലെ നീ കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആള് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്, ജോർജിനോട്. അപ്പൊ ആള് പറഞ്ഞു എവിടെ പോകുന്നു, രാത്രി എന്താ പറ്റിയ, എന്താ ഉണ്ടായി, ഇപ്പൊ പോകാൻ പറ്റില്ല, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ആ ഒരു വ്യക്തി ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അതേ വീട്ടിൽ നിൽക്കണ കൊച്ചുമോളടക്കമുള്ള ആൾക്കാർക്ക്, അതായത് അവർക്ക് ഇതിനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അവർ പോയിട്ട് ഇരുന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്നുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ആ ഒരു ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇതിലെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ജോർജ് ലോലപ്പൻ വിളിച്ചിട്ടാണല്ലോ അവിടത്തേക്ക് ഈ ഒരു അമേരിക്കയിലെ അവരുടെ വീട്ടിലേക്ക് ആര് പോകുന്നത്, നമ്മുടെ അരുണിമ പോകുന്നത്. അപ്പൊ പോയ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവിടെ തീർച്ചയായും ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു അവിടെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ആ ഒരു വ്യക്തിയോട് പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോയ് ഫ്രണ്ട് പറഞ്ഞതിന് പിന്നാലെ വേഗം പോയിട്ട് ഈ ഒരു വ്യക്തിയോട് പറയുകയും പറയുന്ന സമയത്ത് ഈ ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇതെന്താണ് സംഭവിച്ചത്, എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ചെയ്തു എന്നാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വ്യക്തി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ വന്നിട്ട് ഇവര് ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അവരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കില്ല, അതായത് എന്റെ അടുത്ത് നാളെ പോകണം, അതായത് ഞാൻ അവര് ഗസ്റ്റ് ആയിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു, ഞാൻ മൺഡേ ഓൾറെഡി പോകുന്ന അവർക്ക് അറിയാം. എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവർ ഒരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ പറയാ തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നത് എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവില്ലോ. തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, അപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. ഞാൻ എന്റെ ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ടിക്കറ്റും കാര്യങ്ങളും അടക്കം എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോസിലും കാര്യങ്ങളിലും ടിക്കറ്റ് അടക്കം ഇവര് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ കൊച്ചുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ടിക്കറ്റ് അടക്കം കാണിച്ചു കൊടുത്തിട്ട് മൺഡേ ആണ് എനിക്ക് ടിക്കറ്റ്, ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് ഞാനിവിടെ നിന്നിട്ട് മൺഡേ പോയാൽ പോലെ, എന്തായാലും ഞാൻ മൺഡേ പോകുമെന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും സൺഡേയിലേക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ള രീതി പറഞ്ഞ സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോൾ ആരാണെങ്കിലും അവിടെ പിന്നെ നിൽക്കത്തില്ല. അപ്പൊ അതേസമയം ഈ ഒരു ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വേർഷൻ ഉണ്ട്. ആ ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു വ്യക്തിയുടെ വേർഷൻ എന്താണ്, അവരെന്താണ് പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. സംഭവിച്ചത് എൻ്റെ കൊച്ചുമോള് ഇവിടെ 3 ദിവസം താമസിച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാത്രിയിലാണ് പറയുന്നത്. പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേ ഒരു അക്കോമഡേഷൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് മൺഡേ മാറിത്തരണം എന്ന് കഴിഞ്ഞാൽ അവിടെ 5 ദിവസമാകും. അതിഷ്ടപ്പെടാതെ അവള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുക ചെയ്തത്. ഇതിൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, സൺഡേ എവിടെയെങ്കിലും നോക്കണം എന്നാണ് പറയുന്നത്. അതായത്
സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാത്രി എങ്ങാനും പോയിട്ട് പറയുവാണ് നാളെ എവിടെയെങ്കിലും വേറെ സ്റ്റേ നോക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് മൺഡേ ഞാൻ പോകും, അപ്പൊ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഓക്കെ അല്ല, എന്തായാലും ഇവിടുന്ന് പോയേ തീരൂ, നാളെ എന്തായാലും വേറെ സ്ഥലം നോക്കണം നിൽക്കാന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവർ പറയുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ വീഡിയോസ് എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിന് മൊത്തത്തില് നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അരുണമ്മയ്ക്ക് ആ ഒരു വീഡിയോ എടുക്കാതിരിക്കായിരുന്നു, അതുപോലെ തന്നെ അവരെ ആകെ നാണം കെടുത്തി ആ ഒരു വീഡിയോ കാരണം ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമില് ഭയങ്കരമായിട്ട് റീച്ചായി. 9 മില്യണോളം ആണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടേക്കുന്നത് ആൾക്കാർ ആ റീൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ 1 കോടിക്ക് അടുപ്പിച്ച ആൾക്കാർ 9.9 മില്യൺ എന്നൊക്കെ പറയുന്ന സമയത്ത് 1 മില്യൺ എന്ന് പറയുന്നത് തന്നെ 10 ലക്ഷമാണ്. അപ്പോൾ 9.9 മില്യൺ എന്ന് പറയുന്ന സമയത്ത് 1 കോടിക്ക് അടുപ്പിച്ച ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും. കാരണം വീഡിയോസ് എടുത്തിട്ട് അവരെ അത്രയും നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങിപ്പോയി, ഞാൻ ഒരു നാടകം ഉണ്ടാക്കി എന്നാണ്. ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് പുള്ളിക്കാരൻ എന്നോട് അതങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല. അപ്പൊ തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും. അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരന്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറൊരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത്. $110 ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 10,000 rupees. അതായത് എല്ലാവരും പറയുന്നത് ഞാൻ ഓസി ആയിട്ട് താമസിക്കുവാണ്, പൈസ കൊടുക്കാതെ ഫ്രീ സ്റ്റേ അന്വേഷിച്ച് നടക്കുവാണ്, അങ്ങനെ പറയുന്നത് കുറെ കേട്ടു. അപ്പോ അന്ന് രാത്രി എനിക്ക് അവിടെ താമസിച്ചാൽ പോരെ, എന്തിനാ ഞാൻ 10,000 rupees കൊടുത്ത് പുതിയ റൂം പോയി എടുത്ത് താമസിച്ചത്? രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ഒരു 6 ഡിഗ്രി ആയിരുന്നു, 6 ഡിഗ്രിയിൽ എനിക്ക് അങ്ങനെ ഒരു നാടകം റീച്ചിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോയി ഞാൻ ഇങ്ങനെ പെട്ടെന്നാണോ വിചാരിച്ചത് ഞാനിങ്ങനെ എനിക്കൊരു വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യണം? അങ്ങനെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ പറയുക ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി ഞാൻ അവിടെ ഇറങ്ങി പോയത് എനിക്ക് സെൽഫ് റെസ്പെക്ട്. അപ്പൊ ഇതിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി പോയത് എനിക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലത് കൊണ്ടാണെന്നുള്ളത് അത് തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളോടാണെങ്കിൽ നമ്മളെ ഒരാൾ വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് വേറൊരാൾ വന്നിട്ട് നിങ്ങൾ നാളെ തന്നെ ഇറങ്ങി പോകണം, അല്ലെങ്കിൽ നാളെ പോകണം, വേറെ സ്ഥലം നോക്കണം എന്ന് പറയുകയും നമുക്ക് പറ്റുന്നതാണ് പോകേണ്ടത്, അപ്പോഴത്തേക്ക് പോയാൽ മതിയോ ചോദിക്കുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പിന്നെ അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ആ ഒരു വീട്ടിൽ നമ്മൾ വീണ്ടും നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടമില്ല, ഇറങ്ങി പോകണം എന്ന് പറയുന്നതും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ആ രീതിയിൽ ഫീൽ ചെയ്യത്തുള്ളൂ. സെൽഫ് റെസ്പെക്ട് ഉള്ള ആരും അങ്ങനെയുള്ള ഒരു വീട്ടിൽ പിന്നെ നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് പോയിട്ട് വേറെ നല്ല വില കൊടുത്തിട്ട് തന്നെ നല്ല പൈസ ആയിട്ടും ഹോട്ടലിൽ നിന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും പൈസ ഇറക്കാൻ വേണ്ടി മടിയില്ല ഓസിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എന്തിനാണ് അങ്ങനെ എനിക്ക് ചെയ്യേണ്ട ആവശ്യം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഒരു സാധാരണയായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ട്രാവൽ വ്ലോഗ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവർ വീഡിയോയിലൂടെ പരമാവധി എല്ലാം കാണിക്കും. അതായത് പരമാവധി എല്ലാം ജനങ്ങളെ അറിയുന്നുണ്ടാവും. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ കണ്ടന്റ് ആയിട്ട് അവർ എന്തായാലും ചെയ്യും. അവർക്ക് അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുന്ന സമയത്തും ഇതൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒരു ത്വര സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന അവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാം കണ്ടന്റ് എന്നുള്ള രീതിയിൽ അവർ വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ത്വര തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അരുണിമയ്ക്കും വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ആൾ ആ ഒരു സിറ്റുവേഷനിൽ വീഡിയോ എടുക്കുകയും അതൊരു വലിയ കണ്ടന്റായിട്ട് വലിയ രീതിയിൽ തന്നെ അത് കത്തി കയറുകയും, കാരണം എല്ലാവരും അത്രയും വലിയ രീതിയിലാണ് അത് റീച്ച് അയക്കുന്നത്. അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റതാണ്, ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയും, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാൻ ഇറക്കി വിട്ടു എന്നാണ് പറയാൻ പാടില്ല. ഞാൻ ആ ഒരു പാനിക് സിറ്റുവേഷൻ പെട്ടെന്ന് കാരണം വീഡിയോ എടുക്കുമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. എന്റെ വായന പോകാൻ പോകുന്നുണ്ട്. അതായത് അത്രയും അരുണിമ പറയുന്നുണ്ട് അത് ആ ഒരു സിറ്റുവേഷനിൽ അറിയാതെ ഞാൻ ഇറക്കി വിട്ടു, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ സോറിയും കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും എടുത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യാത്ര ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ട്? എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇതുവരെ എന്റെ യൂട്യൂബിൽ നിന്നും എത്ര പൈസ കിട്ടി എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. കാരണം ഇനി അതിന്റെ പേരിൽ ആർക്കും ഒരു വേണ്ട. ഞാൻ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നുള്ളത്, അതായത് ലൈഫ് ടൈം ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു ദിവസം വരെയുള്ള എനിക്ക് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വരെ ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ അരുണിമയുടെ യൂട്യൂബ് റവന്യൂ, ലൈഫ് ടൈം യൂട്യൂബ് റവന്യൂ കൊടുക്കുന്നുണ്ട്. 3 വർഷം എങ്ങനെയാണ് അരുണിമ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് വരെയുള്ള മൊത്തത്തിലുള്ള റവന്യൂ ആണ് കൊടുക്കുന്നത്. 26,000 USD ആണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത്
22 ലക്ഷത്തിന് അടുപ്പിച്ച് വരും. അപ്പൊ 22 ലക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു ഡോളറിന്റെ ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഡോളറിന് ഇത്രയും വലിയ വാല്യൂയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. 80 സംതിങ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ 85 ആ ഒരു റേറ്റിലുണ്ട് തോന്നുന്നു ഇപ്പം. പക്ഷെ ആ സമയത്തൊന്നും ആ ഒരു റേറ്റ് 70 അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലും കുറവായിരിക്കും. 22 ലക്ഷം എന്നൊക്കെ പറയുന്നതിലും കുറവായിരിക്കും റവന്യൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും 20K അല്ലെങ്കിൽ എല്ലാ വീഡിയോസും പരമാവധി വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാത്തിനും 20K 60K അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലും അങ്ങനെയുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എത്രയും വലിയ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും അല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ചില കിട്ടും. നമുക്ക് ചില ആൾക്കാരുടെ നമ്മുടെ യാസിൻ വ്ലോഗ്സ് ഒക്കെ ചിലതിന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ആളുടെ വീഡിയോസ് കുറെ മുമ്പ് കണ്ട സമയത്ത് ചില വീഡിയോസ് ഒന്നും മോണിറ്റൈസേഷൻ പോലും അതായത് കിട്ടാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചില കണ്ടന്റുകൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ചില രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്ത വീഡിയോസിന് പോലും ഒറ്റ റവന്യൂ കിട്ടാത്ത രീതി തോക്ക് കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് റവന്യൂ ഒന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ യാസിൻ വ്ലോഗ്സ് പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് ഞാൻ ഇതിനു മുൻപ് കുറെ നാളുകൾക്ക് മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ട്. അപ്പം എല്ലാവർക്കും നമ്മൾ വിചാരിക്കണത് പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളത്. ചില ആൾക്കാർ ഈ യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് അത് നല്ല പൈസ ആക്കിയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യും. ചില ആൾക്കാർക്ക് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ വ്യക്തിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പറഞ്ഞ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടൊന്നും എന്തായാലും അമേരിക്കയിൽ പോയിട്ട് ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ വരുമാനം ഉപയോഗിച്ചിട്ട് അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവർ ഓസി ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ ആള് തന്നെ റവന്യൂ കാണിച്ചിട്ടുണ്ട്. ഈ 3 വർഷത്തിൽ മൊത്തത്തിൽ കിട്ടിയതാണ് 22 ലാഖിന് അടുപ്പിച്ചൊക്കെ. ആ ഒരു ഭയങ്കരമായ പൈസ എന്ന് പറയാനൊന്നും അതില്ല എന്തായാലും. അതുപോലെ തന്നെ ഇതിനകത്ത് അരുണിമ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ സീക്രട്ട് ഏജന്റുമായി ബന്ധപ്പെട്ടിട്ട് സീക്രട്ട് ഏജന്റ് അരുണിമയെ ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം പറഞ്ഞായിരുന്നു. അരുണിമ പണ്ട് കാറിൽ വെള്ളം അടിച്ചിട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു മറുപടി എന്നോണം ഒരു എക്സ്പ്ലനേഷൻ അരുണിമയുടെ ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൂടി കേട്ടോക്കാം. പിന്നെ വേറൊരു പ്രമുഖ യൂട്യൂബർ എന്നെ പറഞ്ഞു കേട്ടു. ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ച് ലിഫ്റ്റ് അടിച്ച സമയത്ത് ഞാൻ മദ്യപിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ കയറി. ഞാൻ എന്റെ ഫ്രണ്ട്സ് കൊടുത്തു. അപ്പോൾ ആരെ മദ്യപിച്ചെന്ന് അറിയില്ല, മദ്യപിച്ചിന് ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ ബസ് കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട സമയത്ത് എനിക്ക് അത് ചെയ്യാൻ വന്നത്. കാരണം ഞാൻ നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് ലിഫ്റ്റ് കിട്ടി. അദ്ദേഹം ആ വീഡിയോ പറയുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ വണ്ടി ലിഫ്റ്റ് കയറി. അപ്പോഴാണ് പറഞ്ഞത് അതിന്റെ എല്ലാ വീഡിയോസ് കണ്ടിട്ട് അറിയാവുന്നു. അപ്പോൾ ആളാണ് എന്നെ പറഞ്ഞു ആളിങ്ങനെ ബ്ലോഗ് ചെയ്യുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ കാണിച്ചു. പക്ഷേ അന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വ്യക്തിയെ പറ്റി ഞാൻ കണ്ടു കേട്ടിട്ടില്ലായിരുന്നു. ആളെയാണ് യൂട്യൂബ് ചാനൽ കാണിച്ചത്. അതിനുശേഷം അടുത്ത ആൾ പോകുന്നവരെ കോൺടാക്ട് ചെയ്ത ശേഷം ഞാൻ അവിടെ അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ച് പോയി. ഞാൻ എന്റെ കൂടെ എന്റെ ഫ്രണ്ടാണ് ബസ്സിൽ ലിഫ്റ്റ് അടിച്ച് അതായത് ലിഫ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് ലിഫ്റ്റ് കിട്ടിയെങ്കിലും 3 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കാൻ ചെയ്യാൻ ബസ്സിൽ കയറി പോകാറില്ല. അത് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കള്ളമാണ്. അത് കണ്ടപ്പോൾ എന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഈ വീഡിയോസ് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ തന്നെ വണ്ടറായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരാൾ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ കാണിക്കാൻ അതുപോലെ തന്നെ ഞാൻ ലിഫ്റ്റ് നിർത്തിയതും എനിക്ക് ലിഫ്റ്റ് തന്നിട്ട് സ്ഥലത്ത് കൊണ്ടാക്കി എന്നിട്ട് പറഞ്ഞത് ബസ്സിൽ കയറി പോകാൻ സ്ഥലത്താക്കി. അതുകൊണ്ട് പിന്നെ ലിഫ്റ്റ് അടിച്ച ആൾക്കാണ്. ഇതിൽ അരുണിമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് പറയുന്നത് മൊത്തം കളവാണ്. അവര് ലിഫ്റ്റ് അടിച്ചിട്ടാണ് കയറിയത് അല്ലെങ്കിൽ കൈ കാണിച്ചിട്ടാണ് കയറ്റിയത്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോകും അല്ലെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വേർഷൻ ഉണ്ട്. സീക്രട്ട് ഏജന്റ് എന്താണ് പറഞ്ഞെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അരുണിമ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മലപ്പുറത്ത് എനിക്ക് അടിക്കുന്ന ട്രാവൽ ചെയ്തു. ഞാൻ ഈ അരുണിനെ കണ്ടത് ഏകദേശം പൂക്കോട്ടൂരൊക്കെ എത്തുമ്പോഴാണ് അരുണിമയെ കണ്ടത്. അരുണിമയെ കൂടാൻ വേറെ റെഡി പോയി. അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു വണ്ടി തിരിച്ചിട്ട് അന്ന് ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് അന്ന് വലിയ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അരുണിമയെ കണ്ടിട്ട് സീക്രട്ട് ഏജന്റ് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് അങ്ങോട്ട് അരുണിമയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. വിസിബിലിറ്റി ഇല്ല. ഞാൻ വേണ്ടി ചോദിച്ചു അരുണിമയല്ലേ എനിക്ക് അറിയാൻ വീഡിയോസ് കാണാം. എന്തെങ്കിലും ഹെൽപ്പ് വേണം നാട്ടിൽ പോലും ഹെൽപ്പ് വേണം. ചേട്ടാ ഞങ്ങൾക്ക് പെരുന്തൽമണ്ണ സൈഡിലേക്കാണ് പോകുന്നത്. ചേട്ടാ ഞങ്ങൾക്ക് ആ സൈഡ് പാലക്കാട് പെരുന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്നും ആക്കി ബസ് കിട്ടും കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ആക്കി തരുമെന്ന് വെച്ചു. ഞാൻ വണ്ടി കയറ്റി. അവർ മദ്യപിക്കോ ദുരിയായിരിക്കും അവരുടെ താല്പര്യം. പ്രശ്നമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലിറ്ററലി ആ ദിവസം അവർ കാർ ഫുൾ ഔട്ട് തോന്നായിരുന്നു. ഞാൻ അപ്പം തന്നെ ചെയ്തു. ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല കൂട്ടങ്ങാടിയും മക്കരപ്പറമ്പിന്റെ ഇടയിൽ പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈകാട്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവരോട് ഇറക്കി ഞാൻ തിരിച്ച് വൈഫ് ഹൗസിൽ പോകുന്നു. ജിത്തുവായി വെച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അരുണിമേനി അവരുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് എനിക്ക് പിടുത്തമില്ല. രണ്ടാളാണോ എന്തായാലും എനിക്ക് നല്ല സ്മെല്ല് അടിച്ചു. മേബി രണ്ടാളായിരിക്കും ഒരാളായിരിക്കും അടിച്ച് ടിപ്പിരിയാണ്. ഓക്കെ എന്തൊരവസ്ഥ എന്തിനാ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് പോയി എന്തെങ്കിലും അവസ്ഥ എന്നുള്ളത് ഞങ്ങൾ പേഴ്സണലി ഡിസ്കസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അരുണിമയ്ക്ക് ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ, അതായത് അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ആദ്യത്തെ ക്ലിപ്പ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അരുണിമ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് കൈ കാണിച്ചിട്ട് അപ്പോഴാണ് ഇങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള വിഷയങ്ങളാണ് അരുണിമയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. സീക്രട്ട് ഏജന്റ് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്
എന്നുള്ള രീതിയിലാണ് അരുണിമ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം എടുത്ത് നോക്കുന്ന സമയത്ത് അരുണിമയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഇതിൽ പറയുന്ന വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതില് ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറയുന്നത് എന്തായാലും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ ഫാമിലിനെയും കാര്യങ്ങളെയും മൊത്തത്തില് നാണം കെടുത്തി ലോകത്തിലെ ആൾക്കാർ മൊത്തം കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോസും കാര്യങ്ങളും. ആ രീതിയിലേക്ക് അവർ നാണം കെട്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അരുണിമ പറയുന്നൊരു വേറെ കാര്യമുണ്ട്. അവിടെ പോയ സമയത്ത് ഈ ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വ്യക്തിയുടെ ഒരു നിസ്സഹായ അവസ്ഥയും ഈ ഒരു വീഡിയോ പറയുന്ന സമയത്ത് അവരുടെ ഈ ഒരു കൊച്ചുമോള് വന്നിങ്ങനെ പറയുന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഇവരിങ്ങനെ വന്നിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളോട് സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇറങ്ങിപ്പോണം, നാളെ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്ന സമയത്ത് എന്തായാലും നമ്മളാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഈ ഒരു വിഷയം നോക്കണ സമയത്ത് ഇവരുടെ ഭാഗത്ത് നോക്കണ സമയത്ത് ഇവർക്ക് ആ ഒരു എന്താ പറയുക, ഈ ജോർജ് ലോലപ്പൻ എന്ന് പറയുന്ന ആള് ഒരു നിസ്സഹായനായിട്ട് നിൽക്കുവാണ്. അതേസമയം ഇങ്ങനെ ഒരിക്കലും ഒരു വീട്ടിൽ പോയിട്ട് ഗസ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പോയിട്ട് അതേ ആൾക്കാർ അതേ വീട്ടിലെ വേറൊരാൾ വന്നിട്ട് ഇറങ്ങി പോകാൻ പറയുമ്പോൾ ഒരു അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിൽ എന്താണ് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ വീഡിയോ ചെയ്യേണ്ടായിരുന്നു. വീഡിയോ ചെയ്ത അവരെ അത്രയും മോശം രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ ആ രീതിയിൽ എന്താ പറയാ, ആ രീതിയിൽ ഭയങ്കരമായിട്ട് നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതെന്തായാലും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.